ഹായ് ഗായ്സ്, പത്തനംതിട്ട സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താന്ന് വെച്ചാൽ സത്യങ്ങളൊക്കെ അറിയാണ് നമ്മുടെ നവ്യ. എന്താ, ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള വിവരം അനഘ തന്നെ വന്നിട്ട് പറയുകയാണ് കേട്ടോ. അനന്തപുരിയിൽ അനഘയുടെ അസുഖങ്ങളൊക്കെ മാറുകയും അനഘ തിരിച്ചെത്തുകയും ചെയ്യാണ്. വന്നിട്ട് നവ്യയോട് എല്ലാ സത്യങ്ങളും അഭിയുടെ മുമ്പിൽ വെച്ച് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നവ്യക്കങ്ങ് വിശ്വസിക്കാൻ പറ്റാതാവുകയാണ്. അബിയുടെ വായിൽ നിന്ന് കൂടി നവ്യ കേൾക്കുകയാണ് ചെയ്യുന്നത് ചന്തുമോളുടെ അച്ഛൻ താനാണെന്നുള്ള വിവരം. അപ്പോൾ പെട്ടെന്ന് തന്നെ നവ്യ അവിടെ ബോധം കെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരം കനകയോടോ ഗോവിന്ദനോടോ ഒന്നും പറയാൻ നയന കൂട്ടാക്കുന്നില്ല കേട്ടോ. ദേവയാനി അതുപോലെ ആദർശമൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തിനാണ് അമ്മയും അച്ഛനെയൊക്കെ അങ്ങനെ അറിയിക്കുന്നത്? അവർക്കത് അറിഞ്ഞു കഴിയുമ്പോൾ അതിലും ഭയങ്കര വിഷമാവും നവ്യയുടെ കാര്യം ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നയന അതൊക്കെ നൈസായിട്ടങ്ങ് പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോവാണ്. ചന്തുമോളുടെ പിറന്നാൾ ദിവസമാണ്. ആ പിറന്നാൾ ദിവസം ആഘോഷിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നവ്യയും അബിയും കൂടി നന്ദാവനത്തിലേക്ക് പോവുകയാണ്. നന്ദാവനത്തിൽ എത്തിക്കഴിയുമ്പോൾ നവ്യ ഗോവിന്ദനോടും കനകയോടും പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താന്ന് വെച്ചാൽ നയന അവിടെ ചന്തുമോളെ സ്വന്തം മോളെ പോലെ കൊണ്ടു നടക്കുകയാണെന്ന് പറയുക. അപ്പം കനക പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ ക്ഷേത്രത്തിൽ വെച്ചൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, നയനയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി. അവളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ഇത് പറ്റില്ല. മറ്റൊരാളുടെ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് കൊണ്ടു നടക്കാനായിട്ട്, അതും ഭർത്താവിൻ്റെ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ എന്നൊക്കെ പറയാം. അപ്പം നവ്യം പറയാ, ശരിയാമേ, അങ്ങനെ തന്നെയാണ്. ആ ചന്തുമോളുടെ പിറന്നാളാണ്, അതിനെ ഒരുക്കുന്നു. അതിനാണെങ്കിൽ വില കൂടിയ ഉടുപ്പുകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, കേക്ക് വാങ്ങുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു. പക്ഷേ ഈ പരിഗണനയൊന്നും എൻ്റെ കുഞ്ഞിനോട് അവിടെ ആരും കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് നയനയും ആദർശും അവരെ എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിയ മട്ടാണ് ചന്തുമോളെ കിട്ടിയപ്പോൾ എന്നൊക്കെ നവ്യ പറയാണ്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ അങ്ങനെയൊന്നും ഒരിക്കലും നയനയും ആദർശം ചെയ്യില്ല. അതൊക്കെ നിൻ്റെ മനസ്സിലെ തോന്നലാണ്. കാരണം നയനിക്കും ആദർശനും നിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ്. പിന്നെ ചന്തുമോള് അതൊരു അനാഥ കുഞ്ഞായതുകൊണ്ട് അതിനെ സ്നേഹിക്കുന്നതായിരിക്കും. പിന്നെ നയനയുടെ സ്വഭാവം നിനക്കറിയാമല്ലേ, അതൊരു പാവം കുഞ്ഞായതുകൊണ്ട് അതിനെ അവൾ സ്നേഹിക്കും. അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ പോലും അവൾ അത് ചെയ്യും. ആദർശിൻ്റെ കുഞ്ഞായാലും ശരി, ആരുടെ കുഞ്ഞായാലും ശരി. അല്ലാതെ നിൻ്റെ മോനോട് അവൾക്ക് വെറുപ്പൊന്നും ഇല്ലായിരിക്കും എന്ന് പറയാം. അപ്പോഴും നവ്യ അങ്ങ് അംഗീകരിക്കുന്നില്ല. നവ്യ പറയാണ്, ശരിക്കും എൻ്റെ കുഞ്ഞിനെ അവിടെ ആരും പരിഗണിക്കുന്നില്ല. മുത്തശ്ശനും മുത്തശ്ശിയും പോലും ശരിക്കും പരിഗണിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനെ. എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ മകനെ സ്നേഹിക്കുന്നുണ്ട്, അവരുടെ മകൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അത്ര പോലും മറ്റുള്ളവരാരും. എനിക്ക് അവിടെ നിന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുവാണമ്മേ. ചില സമയം ഇവിടെ വന്ന് നിന്നാലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണെന്നൊക്കെ പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, നവ്യേ അങ്ങനെയൊന്നും അല്ല. ഇനി ആദർശും അതിനെയും നമ്മുടെ കുഞ്ഞിനെ പരിഗണിച്ചില്ലേലും അത് നീ കാര്യമാക്കാൻ പോകണ്ട. നിനക്ക് പഴയ സ്നേഹം ഞാൻ തരുന്നില്ലേ. നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയതാ. ഇപ്പം ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയില്ലേ. നമുക്ക് നമ്മളും നമ്മുടെ കുഞ്ഞു മാത്രം മതി എന്നൊക്കെ അബി അങ്ങ് ഡയലോഗ് അടിച്ചൊക്കെ വിടുന്നുണ്ട് കേട്ടോ. അതേസമയം നന്ദുവിൻ്റെ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണ്. പുതിയ ട്രെയിനർ എത്തുകയാണ് കേട്ടോ. പുതിയ ട്രെയിനറിനാണെങ്കിൽ നന്ദുവിനോട് നല്ല താല്പര്യമുണ്ട് താനും. പഴയ ട്രെയിനർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പുതിയ ട്രെയിനർ തയ്യാറാവുന്നില്ല. അങ്ങനെ നന്ദു ഒരു SI ആയി മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ അബിയാണെങ്കിൽ അനന്തപുരിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ജുവലറിയിലും കള്ളത്തരങ്ങൾ കാണിക്കുകയാണ്. അബിയെ ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ആ ജ്വല്ലറിയിലാണെങ്കിൽ മുഴുവൻ കള്ളസ്വർണം കൊണ്ടുവന്ന് പണിത് വിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അബി അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നുണ്ട്, ദേ ഈ ജ്വല്ലറിയുടെ ഉത്തരവാദിത്തം മുഴുവൻ എന്നെയാണ് ആദർശേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കമ്പനികളുടെ എല്ലാ MD ആദർശായിരിക്കാം, പക്ഷേ ഇവിടെയുള്ള സ്റ്റാഫെല്ലാം ഞാൻ പറയുന്നത് കേട്ട് ജോലി ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ മുതൽ ഇവിടെ ആരും ജോലിക്ക് വരണ്ടെന്ന് പറയാണ്. അപ്പോൾ പഴയ ചില സ്വർണ്ണപ്പണിക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, അതെന്താ സാറേ അങ്ങനെ പറയുന്നത്? ഇത്രയും നാളും ഇങ്ങനല്ലല്ലോ, വേർതിരിച്ചല്ലായിരുന്നു മൂർത്തീസ് ജ്വല്ലറിയുടെ എല്ലാ ബ്രാഞ്ചുകളും നോക്കിക്കൊണ്ടിരുന്നത് അനന്തമൂർത്തി സാറായിരുന്നു. പിന്നെ അതിനുശേഷം ആദർശ് സാറിനെ ഏൽപ്പിച്ചു. ഇപ്പം ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള സാറ് ഞങ്ങളെ ഇങ്ങനെ അടക്കി ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്.
അങ്ങനെ അബി കള്ള സ്വർണ്ണമൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് അത് ആഭരണങ്ങളാക്കി മാറ്റി അബി ചുമതല വഹിക്കുന്ന ആ കമ്പനിയിൽ കൂടി ആ ജ്വല്ലറിയിൽ കൂടി അത് വിറ്റഴിക്കുകയൊക്കെ ചെയ്യാണ്. അതുപോലെ കണക്കുകളിലും കാര്യങ്ങളിലും എല്ലാം അബി കൃത്രിമത്വം കാണിക്കുകയും സ്റ്റാഫിനെ എല്ലാം അങ്ങ് ഭയങ്കരമായിട്ട് ഭരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിൽ ചില പഴയ സ്റ്റാഫുകൾക്ക് ഇതൊന്നും പിടിക്കുന്നില്ല. അവർ പരസ്പരം പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മൂർത്തീസ് ജ്വല്ലറി, വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാണ് നമ്മളൊക്കെ, എന്നിട്ടും മൂർത്തി സാർ നമ്മളെ എന്തുമാത്രം നന്നായിട്ട് പരിഗണിച്ചു. ഇതിപ്പം അബി സാർ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഒരുമാതിരി അടിമകളെ പോലെയാണ് കാണുന്നത്. അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ജോലിയില്ല എന്നുള്ള രീതിയാണ്. ശമ്പളം കൂട്ടാനോ അല്ലെങ്കിൽ അങ്ങ് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരാനോ ഒന്നും അബി സാറ് തയ്യാറല്ല. ആദർശ് സാറായിരുന്നപ്പോഴും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതിപ്പോൾ മൂർത്തീസ് ജ്വല്ലറി തകരാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ അബിസാർ ഉണ്ടാക്കുന്നതാണ്. കള്ളസ്വർണം വരുന്നത് എടുത്ത് അത് നികുതി വെട്ടിച്ച് ഇവിടെ ആഭരണങ്ങളാക്കി വിൽക്കുകയാണ്. ഇതൊന്നും മൂർത്തി സാർ അറിയുന്നില്ല. അതുകൊണ്ടാണ് അബിസാറിൻ്റെ ഈ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. പണവും ഒരുപാട് വെട്ടിക്കുന്നുണ്ട്, ബില്ലുകളിലും മറ്റും ഒക്കെ നല്ല വെട്ടി തന്നെ നടത്തുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ അതിലൊരാൾ പറയാണ്, നമ്മളിവിടെ ഒരുപാട് നാളായി ജോലി ചെയ്യുന്നു, ഇവിടുത്തെ അന്നമാണ് നമ്മൾ കുടുംബം കഴിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ കമ്പനിയോട് നമുക്കൊരു ആത്മാർത്ഥതയൊക്കെ ഉണ്ട്, പഴയ മൂർത്തി സാറിനോടും ആദർശ് സാറിനോടും ഒക്കെ. അബി പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ നമുക്ക് മൂർത്തി സാറിനെ അറിയിക്കണം. മൂർത്തി സാറിനെ അറിയിച്ചാലേ ഉള്ളൂ ഇതിലൊക്കെ ഒരു നിയന്ത്രണം വയ്ക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂർത്തീസ് ജ്വല്ലറി പല കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു പോകും എന്നൊക്കെ അവർ പറയാണ്. അങ്ങനെ അവരിലൊരാൾ നമ്മുടെ മൂർത്തി സാറിനെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, മൂർത്തി സാറേ, ഒരു കാര്യം സംസാരിക്കാനായിട്ടുണ്ട്. ഞങ്ങൾ ഇതുപോലെ അബിസാറ് നോക്കുന്ന ബ്രാഞ്ചിലെ സ്റ്റാഫാണെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്ക് പറയാനുള്ള, അബിയെക്കുറിച്ച് എന്തെങ്കിലും പരാതികളാണോ എന്ന് തന്നെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ സാർ, പരാതികളുണ്ട്, വേറൊന്നുമല്ല, അബിസാർ ഇത് അറിഞ്ഞാൽ ഞങ്ങളുടെ പണി പോകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ കുറേ ഞങ്ങൾ സഹിച്ചു. അബിസാറിൻ്റെ ഭരണം സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ജ്വല്ലറിയിൽ ജോലി നോക്കുന്നവരാ. പക്ഷേ ഇവിടെ ഇപ്പം ചില കൃത്രിമത്വമൊക്കെ അബിസാർ കാണിക്കുന്നുണ്ട്. അതിനൊന്നും കൂട്ടു നിൽക്കാത്തവരെ പിരിച്ചു വിടുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക, എന്ത് കൃത്രിമത്വമാണ് കാണിക്കുന്നത്? അബി അവിടെ കള്ളത്തരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കണ്ണിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഉണ്ട് സാർ, കുറേ ഞങ്ങൾ സഹിച്ചു, കുറേ അബിസാറിനെ ഞങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ ഞങ്ങളെയൊക്കെ അങ്ങ് അടക്കി ഭരിക്കുന്ന ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. കള്ളസ്വർണം ടാക്സ് വെട്ടിച്ച് കൊണ്ടുവന്നിട്ട് അത് ഇവിടെ ആഭരണങ്ങളാക്കി ഇവിടെ തന്നെ വിറ്റഴിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫ് ഇതൊന്നും പുറത്തു വിടാതിരിക്കാൻ നന്നായിട്ട് പണവും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ ഭീഷണിപ്പെടുത്തി വച്ചിട്ടുമുണ്ടെന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ഈ കേൾക്കുന്നത്? നികുതി വെട്ടിച്ച് സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിൽക്കുന്നുണ്ടെന്നോ? നമ്മുടെ ജ്വല്ലറി വഴിയോ? ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഉണ്ട് സാർ, അത് അബിസാറ് ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ കണക്കുകളിലും കാര്യങ്ങളിലും ഒക്കെ കൃത്രിമത്വമുണ്ട്. അബിസാറിന് മൊത്തത്തിൽ ഒരുപാട് കള്ളത്തരങ്ങളുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ അബിക്ക് മാതൃകാപരമായിട്ട് ഞാൻ ശിക്ഷ കൊടുക്കും. കാര്യങ്ങളൊക്കെ എനിക്കറിയണം, ഞാൻ അബിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ ഈ കാര്യത്തിൽ ടെൻഷനൊന്നും അടിക്കേണ്ടെന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതൊക്കെ ഞങ്ങളാണ് ഒറ്റിക്കൊടുത്തതെന്ന് അറിഞ്ഞാൽ അബിസാറ് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിടും, പിന്നെ ഞങ്ങളുടെ കുടുംബം പട്ടിണിയാവുമെന്ന് പറയാം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ, ഇല്ല, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്ന അബിയായിരിക്കും, അല്ലാതെ നിങ്ങളല്ലായിരിക്കും. അക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോഴും ഈ മൂർത്തീസ് ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, പിന്നെ എൻ്റെ കൊച്ചുമോൻ ആദർശും. അബിയെ വെറുതെ ഒരു ചുമതല ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. അവൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഉണ്ടെന്നും അവൻ ഇങ്ങനെയുള്ള തിരിമറികൾ കാണിക്കുമെന്നും ഒക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു. അതൊക്കെ എവിടം വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയാണ് അവനെ ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചത്, അല്ലാതെ പൂർണ്ണമായിട്ടും അവന് എഴുതിയൊന്നും കൊടുത്തിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയാണ്. അതിനുശേഷം മുത്തശ്ശൻ ആദർശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആദർശേ, നമ്മുടെ ജ്വല്ലറികളിലെ തിരിമറി നടന്നതൊക്കെ ഇപ്പോൾ ആരാ നടത്തിയതെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അബിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അന്നും നമുക്കിതിലൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ടാക്സ് വെട്ടിച്ച സ്വർണം കൊണ്ടുവന്ന് ആഭരണങ്ങളാക്കി വിൽക്കുക, അത് നമ്മുടെ ജ്വല്ലറി വഴി ഇങ്ങനെ നടത്തി നമ്മുടെ ജ്വല്ലറിയെ മോശപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യാൻ വേറെ ആരും ചെയ്യില്ല എന്നും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്നും അറിയായിരുന്നു. അത് അഭിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. കാരണം ജയനും അജയനും നീയും ഒന്നും അങ്ങനെ ചെയ്യില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ
തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്യുന്നത് അഭി മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് അഭിയെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പിന്നെ തെളിവുകളൊന്നും ഇല്ലാതെ അവനോട് ചോദിച്ചാൽ അവൻ വീണെടുത്ത് കിടന്ന് ഉരുളും. അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. ഇപ്പോൾ അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഞാൻ ഏൽപ്പിച്ചതും അതുകൊണ്ടാണ്. നിങ്ങളെല്ലാവരും അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല പോലും ഏൽപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഒരു ബ്രാഞ്ച് അവനെ ഏൽപ്പിച്ചേക്കാം എന്ന് താൽക്കാലികമായിട്ട് പറഞ്ഞത് നവിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, പിന്നെ അവൻ്റെ കള്ളത്തരങ്ങൾ എവിടം വരെ പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി കൂടിയാണ്. ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അവനെ കിട്ടുമ്പം അത് അവൻ്റെ പൂർണ്ണ അധികാരത്തിലാവുമ്പം അവൻ എന്തെല്ലാം കള്ളത്തരങ്ങൾ അവളെ ഒപ്പിക്കുമെന്ന് നമുക്കറിയാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പാണ്ടെ തെളിവുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫൊക്കെ വിളിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുണ്ട് അബി അവിടെ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ. ഇനിയിപ്പോൾ അവനെ ഇങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ ഇത് മോശമാകുമെന്ന് പറയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട് അങ്ങനെയായിരിക്കും, അതാ അവൻ ആ SIയെ പണം കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവും, അതാണ് ആ അന്വേഷണമൊന്നും മുന്നോട്ട് പോകാതിരുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ് അതെനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മൾ കണ്ടെത്തിയില്ലേ, ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ തീർക്കാമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ അബിയെ വിളിക്കുകയാണ് കേട്ടോ ജ്വല്ലറിയിലേക്ക്. അപ്പോൾ അബി വരുന്നുണ്ട്. അബിക്ക് തന്നെ എന്തോ ഒരു സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ അബി വരികയാണ്. വരുമ്പം ആദർശ മുത്തശ്ശനും ഉണ്ട്. ആദർശ് ചോദിക്കുകയാണ് അബിയോട്, അബിയെ ഏൽപ്പിച്ച ജ്വല്ലറിയിലെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ ഒന്ന് കാണിക്കണം, അത് നമുക്ക് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയാണ്. അപ്പോൾ അബിക്ക് ആകെ വെപ്രാളാവാണ്. അബി പറയാണ് എന്താ ആദർശേട്ടാ, എന്നെ സംശയമായിരിക്കും അല്ലേ, നിങ്ങളൊന്നും നോക്കുന്ന പോലെ ഞാൻ നോക്കില്ലെന്നോർത്താണോ, അതോ പണം തട്ടിക്കുമെന്നോർത്താണോ ഇങ്ങനെയുള്ള നിർബന്ധങ്ങളൊക്കെ വയ്ക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അബി, നീ അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ തെളിവുണ്ട്. ആ തെളിവ് വെച്ചിട്ടാണ് നിന്നെ ഞാൻ വിളിപ്പിച്ചത്. നീ ഇപ്പോഴും കള്ളസ്വർണം കൊണ്ടുവന്നിട്ട് അവിടെ പണിത് വിൽക്കുന്നുണ്ടല്ലേ. ഇങ്ങനെ ഒരു കാര്യം നമ്മളെ ജ്വല്ലറി വഴി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സത്യസന്ധമായ രീതിയിലാണ് ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഇനിയും പോകാനുമാണ് എനിക്ക് താല്പര്യം. നീ ഇങ്ങനെയുള്ള പണി ഇപ്പം നിന്നെ ഏൽപ്പിച്ച ബ്രാഞ്ച് വഴി ചെയ്യുന്നുണ്ടെന്നുള്ളതിന് തെളിവ് കിട്ടിയെന്ന് പറയുമ്പം അബി പറയാണ് ആരാ ഈ കള്ളത്തരമൊക്കെ പറഞ്ഞത്, അവിടെയുള്ള സ്റ്റാഫൊക്കെ ആയിരിക്കും, അവർക്കൊക്കെ എന്നോട് ദേഷ്യമാണ്. ഞാൻ അവിടെ ഇച്ചിരി കർക്കശ സ്വഭാവക്കാരനാണ്. ഇത്രയും നാൾ നാദനില്ല കളരി പോലെ കിടന്ന ബ്രാഞ്ചാണ് അത്. അവിടെ ചെന്ന് ഞാൻ ഇച്ചിരി അധികാരമൊക്കെ കാണിച്ച് അവരൊക്കെ ഒന്ന് നിലയ്ക്ക് നിർത്താൻ തുടങ്ങിയപ്പോഴേക്കും അവർക്കൊക്കെ അങ്ങ് ദേഷ്യമായിട്ട് പരദൂഷണം മൂലം എന്നെ പുറത്താക്കാൻ നോക്കുന്നതാണ്. അല്ലാതെ ഇതിലൊന്നും ഒരു കഴമ്പൂല മുത്തശ്ശ എന്ന് പറയണം. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് കഴമ്പില്ലായ്കയൊന്നുമില്ല, നേരത്തെ നമ്മുടെ എല്ലാ ബ്രാഞ്ച് വഴിയും കള്ളസ്വർണ്ണം പണിത് വിറ്റിരുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെയും ചുമതലപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. അതിൽ ആരാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതിൽ കയറി കളിക്കുന്നതെന്നുള്ള കാര്യത്തിൽ നല്ല സംശയം എനിക്കുണ്ടായിരുന്നു. നിന്നെ വെറുതെ സംശയിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തെളിവ് സഹിതം കിട്ടണ്ടേ, അതാ നിന്നെ ഞാൻ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചത്. അല്ലാതെ നവ്യ വന്ന് കരഞ്ഞു പറഞ്ഞിട്ട് മാത്രമൊന്നുമല്ല. നിന്റെ കയ്യിലിരിക്കുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ എനിക്കറിയാം എന്ന് പറയുകയാണ് മുത്തശ്ശൻ. അപ്പോൾ അബി ആകെ ഞെട്ടിപ്പോവാണ്. അബി പറയാണ് ഞാൻ എന്ത് കള്ളത്തരം ചെയ്തെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. ഞാൻ അങ്ങനെ കള്ളത്തരങ്ങളൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ, എല്ലാം നിങ്ങളുടെയൊക്കെ തോന്നലാണെന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഒന്നും ഞങ്ങളുടെ തോന്നലല്ല, നീ ചെയ്ത പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ എന്നോർത്താണ്. നിനക്കൊരു ഭാര്യയുണ്ട്, ദേ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്, അവർക്കൊരു വിഷമം ഉണ്ടാകുകയും അവരുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യല്ലോ എന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ നിന്റെ പല തെറ്റുകളും കണ്ട് കണ്ണടയ്ക്കുന്നത്. അല്ലാതെ ഒന്നും മനസ്സിലാവാഞ്ഞിട്ടല്ലെന്ന് അബി മനസ്സിലാക്കണം എന്ന് പറയാണ്. അപ്പോൾ അബി ആകപ്പാടെ ചൂടിപ്പോവാ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ തന്നെ ചെയ്യുന്ന നീ ഒരു കുടുംബദ്രോഹിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ ദേ ഞാൻ പറയാണ്, നിന്നെ ആ ഏൽപ്പിച്ച ബ്രാഞ്ച് ആ ചുമതലകളിൽ നിന്നൊക്കെ നിന്നെ പുറത്താക്കുകയാണ്. അതുപോലെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയും നിനക്കില്ല. പിന്നെ വീട്ടിലിരുന്ന് ജീവിക്കാം, ജ്വല്ലറിയിലെ ഒരു കാര്യങ്ങളിലും അബി ഇടപെടേണ്ടെന്ന് പറയാണ്. അപ്പോൾ അബിക്ക് ദേഷ്യം വരികയാണ്. അല്ലെങ്കിലും അത് അങ്ങനെയേ ചെയ്യുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര വായി നോക്കി നടക്കുന്ന എനിക്ക് പോലും 3 ജ്വല്ലറികളുടെ ചുമതല കൊടുത്തിട്ടുണ്ട്. എന്നെ ഒരെണ്ണം ഏൽപ്പിച്ചപ്പം ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവർക്കും പൊള്ളുന്നുണ്ട്, എല്ലാവർക്കും അധികാരം വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ മുത്തശ്ശൻ പറയാണ് ഉണ്ടടാ, അധികാരം വിട്ടുതരാൻ ബുദ്ധിമുട്ടുണ്ട്. നിന്നെപ്പോലെ ഒരാൾക്ക് അധികാരം വിട്ടുതരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒരു ജ്വല്ലറിയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ അത് ഭംഗിയായി നിർവഹിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാമായിരുന്നു. പക്ഷേ നീ അതൊന്നും ആഗ്രഹിക്കുന്നില്ല, അല്ല അർഹിക്കുന്നില്ല, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുക. അപ്പോൾ അബി ആപ്പാടെ വെപ്രാളമായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്നുള്ളത് സത്യമാണ്. മുത്തശ്ശൻ എന്നെ നേരത്തെ മുതലേ അറിയാമല്ലോ. ആദ്യമേ ഞാൻ തെറ്റിലേക്കൊക്കെ വഴുതിപ്പോവും, പിന്നീട് അതിൽ നിന്നൊക്കെ പിന്തിരിയും. എല്ലാം ഒന്ന് ആലോചിച്ച് കഴിയുമ്പോഴാണ് ചെയ്തത് തെറ്റായി പോയല്ലോ എന്നൊക്കെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മുത്തശ്ശ ദേവിയെ തന്നെ ആ ചുമതലയിൽ നിന്ന് മാറ്റരുത്. നവ്യയുടെ മുമ്പിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത് അങ്ങനൊരു ചുമതല ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് എന്ന് പറയുകയാണ്. ഇപ്പോൾ ആ ചുമതലകളിൽ നിന്നൊക്കെ എന്നെ മുത്തശ്ശൻ പറഞ്ഞു വിട്ടെന്ന് അറിഞ്ഞാൽ നവ്യയ്ക്ക് വല്ലാതെ വിഷമാവും.
അവൾ വീണ്ടും എന്നോട് മോശമായിട്ട് പെരുമാറാനൊക്കെ തുടങ്ങും. ഞങ്ങളുടെ ജീവിതം തകരാറിലാകും മുത്തശ്ശ. അതുകൊണ്ട് അപ്പം മുത്തശ്ശൻ പറയാണ്, നവ്യ പല കാര്യങ്ങൾ പറഞ്ഞാൽ നിന്റെ തൂക്കിയെടുത്ത് എറിയും അവൾ. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ കളിച്ച് കളിച്ച് നീ ജ്വല്ലറി കയറി കളിച്ചാൽ അത് നമ്മുടെ പാരമ്പര്യത്തെയും കുടുംബത്തെയും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. അതിന് ഈ മൂർത്തി അനുവദിക്കില്ല. അനന്തമൂർത്തി വേർപ്പൊഴുക്കി ഉണ്ടാക്കിയ സ്ഥാപനമാണിത്. ഇത് നശിച്ചു പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാണ് മുത്തശ്ശൻ. എന്നിട്ട് അബിയെ തൂക്കിയെടുത്ത് വെളിയിലേക്ക് വെക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ആകെ എല്ലാം വീട്ടിലെത്തുകയാണ് അബി. അപ്പോൾ ഈ അബിയുടെ ചുമതലയെല്ലാം പോയെന്നറിയുമ്പോൾ നവ്യയ്ക്ക് ആകെപ്പാടെ വിഷമാവും. നവ്യാണെങ്കിൽ ഇപ്പോൾ അബിയെ ദൈവത്തെ പോലെയൊക്കെ കൊണ്ട് നടക്കുകയാണല്ലോ. അപ്പോൾ അബി വന്ന് ആപ്പാടെ വിഷമിച്ചിരിക്കുമ്പം നവ്യ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അബി നിനക്ക് വന്നപ്പോൾ തൊട്ടൊരു മുഖത്തൊരു വാട്ടം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഞാനിവിടെ ഒരു അധികപ്പറ്റാണല്ലോ എന്ന് പറയണം. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഉണ്ടായെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയാണ്, ആ ആദർശ് അവനും മുത്തശ്ശനും കൂടി എന്നെ ജ്വല്ലറിയുടെ ചുമതലയിൽ നിന്ന് പുറത്താക്കിയിരിക്കുക എന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുന്നുണ്ട്, അതെന്താ, ഒരു ബ്രാഞ്ച് നിന്നെ ഏൽപ്പിച്ചതല്ലേ, പിന്നെ നിന്നെ അവിടെ പുറത്താക്കാൻ എന്താ കാര്യം, നീ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അബി പറയാ, അല്ലെങ്കിലും നീ കൂടി ഇനി എന്നെ കുറ്റപ്പെടുത്തിക്കോണം, എല്ലാവർക്കും കുറ്റപ്പെടുത്താൻ ഞാനിവിടെ ഉണ്ടല്ലോ. ഇപ്പം നീയും ചോദിച്ചത് അങ്ങനെയല്ലേ, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്, എന്താ ഞാനൊരു പ്രശ്നക്കാരൻ മാത്രമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ നവ്യ പറയാം, അതല്ല അബി, നീ ആകെപ്പാടെ മാറി വന്നു, പഴയ നീയൊന്നും അല്ല. പണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്തതിനെ ഞാൻ ന്യായീകരിച്ചേനെ, ഇപ്പം അങ്ങനെ ചെയ്യാൻ എനിക്ക് പറ്റില്ല. നീ ഒരുപാട് മാറി, പിന്നെ നിന്നെ എന്തുകൊണ്ട് അവർ അവഗണിക്കുന്നതെന്ന് എനിക്കറിയണ്ടേ, ഞാൻ ചെന്ന് ചോദിക്കാമെന്ന് പറയാണ്. അപ്പോൾ അബി പേടിച്ചിട്ട് പറയാണ്, വേണ്ട, നീ ചോദിക്കാനൊന്നും പോകണ്ട, ഞാൻ അവിടെ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അവർക്ക് തൃപ്തിയില്ല, അതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയത് എന്ന് പറയാണ് കേട്ടോ. പക്ഷെ നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. നവ്യ പറയാണ്, നമുക്കൊരു കുഞ്ഞുണ്ട്, നമുക്കൊരു ജീവിതമുണ്ട്, ആദർശം നയനി മാത്രം ജീവിച്ചാൽ പോരല്ലോ, നമുക്ക് ജീവിക്കണ്ടേ, നമുക്കും വേണ്ടേ ജ്വല്ലറിയുടെ അവകാശങ്ങളൊക്കെ എന്നൊക്കെ രീതിയിൽ നവ്യ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ നവ്യ ഈ കാര്യം മുത്തശ്ശനോട് ചോദിക്കാനായിട്ട് തീരുമാനിക്കുക. കാരണം അബി ഇപ്പം നവ്യയ്ക്ക് ദൈവമാണല്ലോ. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും കൂടെ നിൽക്കുകയാണ്. ആദർശം നയനയൊക്കെ ആണെങ്കിൽ ഓഫീസിൽ പോകാനായിട്ടൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് നവ്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അവിടെ മുത്തശ്ശനോട്, മുത്തശ്ശ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. മുത്തശ്ശനോട് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരോടും ആ ചോദ്യം. അബിക്ക് എന്തുകൊണ്ടാണ് ജ്വല്ലറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റിയത്? അവൻ എന്തുമാത്രം തെറ്റാ ചെയ്തത്? ഇവിടെ ഓരോരുത്തരൊക്കെ ചെയ്ത തെറ്റ് വെച്ച് നോക്കുമ്പം അബി ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്തിനാ എല്ലാവരും അവനെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നവ്യ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. അവൻ എന്താണ് നവ്യയോട് വന്ന് പറഞ്ഞു എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. അവനെ ആ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അവിടെ അവൻ ആകെ മൊത്തം കള്ളത്തരങ്ങൾ കാണിക്കുമ്പോൾ പിന്നെ അവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. മൂർത്തീസ് ജ്വല്ലറി തകരാൻ ഈ അനന്തമൂർത്തി സമ്മതിക്കില്ല എന്ന് പറയാം. അപ്പം നവ്യ ചോദിക്കുകയാണ്, അബി അവിടെ ഇരുന്നാലാണോ മൂർത്തീസ് ജ്വല്ലറി തകരുന്നത്, അതോ ദേ ആദർശേട്ടൻ പല പല തെറ്റുകൾ ചെയ്ത് പല പെൺകുട്ടികളുടെ കൂടെ പോവുകയും പല പെൺകുട്ടികൾക്കും കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് ആദർശേട്ടൻ ആ ജ്വല്ലറിയിൽ ഇരിക്കുമ്പം ഒരു നാശം ഉണ്ടാവുന്നില്ലേ? ഇയാൾ എത്ര രൂപ എത്ര പണം മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുണ്ടെന്ന് മുത്തശ്ശൻ അറിയോ? അതിനൊന്നും കണക്കില്ലേ? അബിയെ മാത്രം ഈ ഒരു കാര്യത്തിന് എപ്പോഴും കുറ്റം പറയരുത്. അബി ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. അബി എന്നെയും കുഞ്ഞിനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് അബി ജ്വല്ലറിയിലേക്ക് വന്നത്. അവനൊരു സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ മുത്തശ്ശ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശന് ദേഷ്യം വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. ഉടനെ ദേവയാനി പറയുന്നുണ്ട്, നവ്യേ നീ ആദർശിനെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്. നീ പറഞ്ഞതുപോലൊന്നും ആദർശ് നടക്കുന്നില്ല. പിന്നെ ചന്തമോളുടെ അച്ഛൻ അതൊരു സങ്കല്പമാണ്. ആദർശ് അവൻ്റെ കുഞ്ഞായിട്ട് ചന്തമോളെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നൊന്നും നീ വിചാരിക്കേണ്ട നവ്യ എന്ന് പറയാം. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, പിന്നെ ഇനിയിപ്പോൾ എന്ത് സത്യം പറയാനാ? ആദർശിൻ്റെ കുഞ്ഞാണ് ചന്തമോൾ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇനി അതിപ്പറ എന്ത് സത്യം വെളിപ്പെടുത്താനാ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നയന പറയാണ്, നവ്യേച്ചി ഇങ്ങനെ സംസാരിക്കരുത്. ഒരു സമയത്ത് നവ്യേച്ചിക്ക് ഇതിനൊക്കെ വിഷമിക്കേണ്ടി വരും. സത്യങ്ങളൊക്കെ അറിയുമ്പം നവ്യേച്ചി ചിലപ്പോൾ വിഷമിച്ചെന്നിരിക്കും. ഈ പറഞ്ഞൊക്കെ പിന്നെ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്നൊക്കെ നയനയും പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അനഘയ്ക്കാണെങ്കിൽ അസുഖങ്ങളൊക്കെ കുറവായിട്ടുണ്ട്. അസുഖമുണ്ടെങ്കിലും ചലനശേഷിയും സംസാരശേഷിയും ഒക്കെ തിരിച്ചു കിട്ടി. അനഘ എങ്ങനെയെങ്കിലും ഈ സത്യം വന്നിട്ട് അനന്തപുരിയിൽ അറിയിക്കണം എന്നും ചന്തമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരം നവ്യ അറിയിക്കണം എന്നും ഒക്കെ വിചാരിക്കുകയാണ് കേട്ടോ. കാരണം അബി വന്ന് പറയുകയും തന്നെ കൊല്ലാൻ വരികയും അതുപോലെ തന്നെ അബി ഇങ്ങനെ ഒരു കള്ളത്തരം മറച്ചു വെക്കുകയും ചെയ്തിട്ട് ആദർശിൻ്റെ തലയിൽ പഴി ചാരുന്ന കാണുമ്പം അനഘയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അങ്ങനെ അനഘ ഇതൊന്നും ആരും അറിയാതെ അനഘ അവിടെ എത്തുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അനന്തപുരിയിൽ അനഘ എത്തുന്നത്. അനഘ വരുന്ന കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. മുത്തശ്ശനും നയനയും ദേവയാനിയും ഒക്കെ ഞെട്ടിപ്പോവാണ് ചെയ്യുന്നത്. അതേസമയം നവ്യയ്ക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇത് ആരാണെന്ന്. അഭിയാണെങ്കിൽ അന്തം വിട്ട് നിൽക്കുക. ദൈവമേ, ഇവള് വന്നോ, ഇവള് രക്ഷപ്പെട്ടോ, ഇവള് നടക്കാൻ തുടങ്ങിയോ, സംസാരിക്കാൻ തുടങ്ങിയോ, എല്ലാ കാര്യങ്ങളും പോയല്ലോ എന്ന് ഓർക്കാണ്. അപ്പോൾ അനഘ ഇങ്ങോട്ട് വന്ന് കയറുന്ന കാണുമ്പോൾ നമ്മുടെ ചന്തുമോൾ ഓടിച്ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം നവ്യയ്ക്കും കാര്യം പിടി കിട്ടി കേട്ടോ. അപ്പം നവ്യ പക്ഷേ ആദർശിനെയാണല്ലോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അനഘ വന്നിട്ട് അഭിയോട് ചോദിക്കുന്നുണ്ട്, അഭി, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാവരും ഇവിടെ ഉള്ള സമയത്ത് തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് പറയാം. അപ്പോൾ അഭി ഇങ്ങനെ അന്തം വിട്ട് മിണ്ടാതെ നിൽക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ചന്തുമോളുടെ അച്ഛൻ ആരാ, നീയാണോ അതോ ആദർശാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഭി മിണ്ടാതെ ഇങ്ങനെ വീണ്ടും നിൽക്കുക. അഭി, നീ സത്യം പറഞ്ഞു, നീയാണോ ആദർശാണോ ചന്തുമോളുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അഭി, ഇനിയിപ്പം നീ മറച്ചു വെക്കാനൊന്നും നിൽക്കണ്ട, സത്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സത്യം അറിയാം, നിന്റെ ഭാര്യ നവ്യക്കൊഴിച്ച് എന്ന് പറയാണ്. അപ്പോഴേക്കും അഭിയോട് പിന്നെയും ചോദിക്കുകയാണ് കേട്ടോ അനഘ. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാ? ഞാൻ അനഘയാണ് എന്ന് പറയും, ചന്തുമോളുടെ അമ്മയാണെന്ന് പറയാ. അപ്പോൾ നിങ്ങളെന്തിനാ അഭിയോട് ചോദിക്കുന്നേ, ആദർശല്ലേ നിങ്ങളുടെ കൊച്ചിൻ്റെ അച്ഛൻ എന്ന് നവ്യ ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ നമ്മുടെ അനഘ പറയുന്നുണ്ട്, ആദർശല്ല, ഇവനാണ് എന്നെ ചതിച്ചത്. ഇവൻ എന്നെ ചതിച്ചിട്ട് എല്ലാത്തിൽ നിന്ന് ഒഴിവായി ഞാൻ നാട് വിട്ടു പോയതാ. പിന്നെയും ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോഴാണ് എൻ്റെ മോളെ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതും. പക്ഷേ ഇവൻ വീണ്ടും എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കാരണമാണ് ഞാൻ ഈ കോമ സ്റ്റേജിൽ ഇത്രയും ദിവസം കിടന്നത്. അതൊന്നും ആർക്കും അറിയാത്ത കാര്യമാണെന്ന് പറഞ്ഞ് സത്യങ്ങളൊക്കെ വിളിച്ച് പറയാണ് അനഘ. അപ്പോൾ ഇതങ്ങ് കേൾക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാനേ പറ്റുന്നില്ല. കാരണം അവിയെ ഇപ്പം അങ്ങ് പൊക്കി തലയിൽ വെച്ചിരിക്കുകയല്ലേ നവ്യ. പെട്ടെന്ന് നവ്യ അവിടെ ഒന്ന് ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും ഓടിച്ചെന്ന് ചെല്ലുകയാണ് കേട്ടോ. നയനയെ ഓടിച്ചെന്ന് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് എണീപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്